ഹരി ഓം. കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ബ്രഹ്മഗീത പാഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രഹ്മഗീതയുടെ 23-ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം ശീലായ്യപ്പൻ. ഞാനൊരു വിഷ്ണുയോഗിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വിഷ്ണുയോഗി ശീലായ്യപ്പനാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രപഞ്ചത്തിന്റെ രഹസ്യത്തെ കുറിച്ചാണ്. പ്രപഞ്ചത്തിന്റെ രഹസ്യം 1. നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്, പ്രപഞ്ചം ഉണ്ടായിരിക്കുന്ന ബിഗ് ബാങ് എന്നൊരു പ്രോസസ്സിൽ കൂടെയാണ്. അതായത് പ്രപഞ്ചത്തിലെ പല വിധത്തിലുള്ള പദാർത്ഥങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടാണ് ഈ കോടാനുകൂടി വരുന്ന വിവിധതരങ്ങളായ സസ്യങ്ങളും വിവിധതരങ്ങളായ ജന്തുക്കളും പ്രകൃതിയിലെ വൈവിധ്യങ്ങളും അതുപോലെ പിന്നെ പ്രപഞ്ചത്തിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഉണ്ടായെന്നാണ് സയൻസ് പറയുന്നത്. ഇത് ബുദ്ധിയുള്ള ആർക്കെങ്കിലും ഇത് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ രണ്ട് വസ്തുക്കൾ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മൊത്തം ഉണ്ടാകുമോ? നമ്മൾ റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് വണ്ടികൾ രണ്ട് സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുക, അത് രണ്ടും കൂട്ടിമുട്ടുക തന്നെ. ഒന്നിൽ അതിനകത്ത് രണ്ടിനകത്ത് ആള് കയറി ഇരുന്ന് അത് ഓടിക്കണം, അല്ലെങ്കിൽ ഒരാളെങ്കിലും അതിനകത്ത് കയറി ഒരു ഫോഴ്സ് കൊടുത്താൽ എനർജി കൊടുത്ത് അതിനെ ഓടിച്ചിട്ട് വേണം മറ്റൊന്നിനകത്തിട്ട് മറ്റൊന്നിനെ ഇടിക്കാനും. അങ്ങനെ അത് തമ്മിൽ കൂട്ടിമുട്ടുകൾ. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒരു ബിഗ് ബാങ് നടന്നെങ്കിൽ പോലും അവിടെ ഒരു ഊർജ്ജം പ്രയോഗിക്കണം. ആ ഊർജ്ജത്തെയാണ് നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നത്, പ്രപഞ്ചനാഥൻ എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ഊർജ്ജമുണ്ട്. അപ്പൊ ഊർജ്ജത്തിൽ നിന്നാണ് സകല വസ്തുക്കളെന്ന് സയൻസ് പറയുന്നത് സത്യമാണ്. ഊർജ്ജത്തെയാണ് നമ്മൾ ആത്മാവെന്ന് പറയുന്നത്. ആത്മാവെന്നും പിന്നെ എന്താ പറയുന്നത് പരമാത്മാവെന്നും പരബ്രഹ്മമെന്നും പരമ്പൊരുളെന്നും പരാശക്തി എന്നൊക്കെ പറയുന്ന ഈ ഒരൊറ്റ സംഭവത്തെ തന്നെയാണ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ ജനനം എന്ന് പറയുന്നത് ബിഗ് ബാങ്ങിലൊന്നും അല്ല. ഇത് അനാദി മധ്യാന്തമായിട്ട് നമ്മൾ ജനിക്കുന്നു, നമ്മൾ മരിക്കുന്നു, അതുപോലെ പ്രപഞ്ചം ജനിക്കുന്നു, പ്രപഞ്ചം മരിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഒരു ഊർജ്ജമാണ് ഭഗവാൻ നാരായണൻ. ഭഗവാൻ നാരായണനെ അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് പ്രപഞ്ചത്തിന്റെ രചനയിലെ അവസാനത്തെ ചതുർയുഗമാണ്. അതായത് 1000 ചതുർയുഗങ്ങൾ ചേരുമ്പോഴാണ് പ്രപഞ്ചം ഒരു തവണ ജനിക്കുന്നത്. 999 യുഗങ്ങളും പൂർത്തിയായി, 999 ചതുർയുഗങ്ങളും പൂർത്തിയായി. ഇത് 1000-ാമത്തെ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എന്നിവ പൂർത്തിയായി. ഇനി ഒരു കലിയുഗം മാത്രമേ പൂർത്തിയാകാനുള്ളൂ. അപ്പൊ ഈ കലിയുഗം ഇനിയിപ്പം ഈ കലിയുഗത്തിന്റെ അവസാനമാണ് ഭഗവാൻ നാരായണനെ കൽക്കിയായിട്ട് അവതരിച്ചിരിക്കുന്ന. കൽക്കി നമ്മുടെ എല്ലാം കൂടെയുണ്ട്, എൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ എല്ലാം ഉണ്ട്. നിങ്ങളാരും അറിയുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ഭഗവാൻ കൽക്കി ഈ ലോകത്ത് നിന്ന് പോകുമ്പോഴത്തേന് ഈ ഭൂമിയിൽ ബ്രഹ്മപ്രളയം ഉണ്ടാകും. അതായത് ഒരു മാക്സിമം 20 വർഷം, 2043 കൂടി ഭഗവാൻ ദേഹത്യാഗം ചെയ്യുമ്പോൾ അതിന് മുന്നേ സംഭവിക്കാം. അപ്പോൾ അതിനോടുകൂടി ഭൂമിയിൽ ബ്രഹ്മപ്രളയം ഉണ്ടാകും. നമുക്കറിയാം, ഓൾറെഡി ഈ ഭൂമിയുടെ 75% വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ്, നാരത്താൽ ചുറ്റപ്പെട്ടതാണ്. ബാക്കി ഒരു 25% വെള്ളം എന്ന് പറയുന്ന ഐസായിട്ട് 2 ധ്രുവങ്ങളിലും കിടപ്പുണ്ട്, ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും. ഇപ്പം തന്നെ ഈ ഭൂമിയുടെ ചൂടൊക്കെ കൂടി വരികയാണ്, ഗ്ലോബൽ വാർമിങ്ങും മറ്റുമായിട്ട്. അപ്പൊ ഇത് ഈ ഐസുകളൊക്കെ പതുക്കെ ഉരുകി കഴിഞ്ഞാൽ ഈ ഭൂമി എന്താ പറയുന്ന പ്രളയം കൊണ്ട് മൂടും, ജലം കൊണ്ട് മൂടും. അപ്പം ഭൂമി വെള്ളത്തിൽ അമർന്നു പോകും. ഇതാണ് ആദ്യം സംഭവിക്കാൻ പോകുന്നത്. ബാക്കി നാളെ പഠിക്കും. നന്ദി, നമസ്കാരം.